പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. US ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം എന്നാണ് സൂചന. US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചെയ്തു. മധു, ഈ അപ്പാച്ചി ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടത് അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന് തകർന്നു വീണത് എങ്ങനെയാണ് എന്ന് ഇന്നലെ വലിയ കാര്യമായ ധാരണയുണ്ടായിരുന്നില്ല. അത് ഇറാൻ തന്നെ വെടിവെച്ചിട്ടതാണെന്ന് അമേരിക്ക പറയുകയാണോ? ഇറാൻ അതിനുള്ള പ്രതികരണം എന്താണ്? ഇറാന്റെ തിരിച്ചടി എങ്ങനെയാണ്? മധു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, പ്രവിത. ഹോർമുസ് കടലിടുക്കില് US സൈന്യത്തിന്റെ അത്യാധുനിക അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടതിന് പിന്നാലെയാണ് ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ കടുത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. അതോടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന കരാറുകൾക്കൊക്കെ വലിയൊരു പ്രഹരമാണ് ഇപ്പോൾ ഈ US തിരിച്ചടി കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കയുടേത് വളരെ ശക്തമായ മറുപടിയാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വൈകുന്നേരം ABC ന്യൂസിന് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞത്. ആക്രമണത്തെ തുടർന്ന് വളരെ തന്ത്രപ്രധാനമായ അവരുടെ കോഷം ദ്വീപ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ട് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഹോർമുസ് കടലിടുക്കിന്റെ പ്രവേശന കവാടത്തിന് സമീപമുള്ള സിറിക് തുറമുഖ നഗരത്തിൽ മിസൈൽ പതിച്ചതായിട്ട് ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതിന് തൊട്ടടുത്താണ് ബന്ദർ അബ്ബാസ്, അതുപോലെ ജാസ്ക് കൗണ്ടി, ഇവിടങ്ങളിലെല്ലാം വളരെ ശക്തമായ സ്ഫോടനങ്ങൾ കേട്ടതായിട്ട് അവിടുത്തെ പ്രാദേശിക റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. അതേസമയം ഈ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ വളരെ കടുത്ത മുന്നറിയിപ്പുമായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വന്നിരിക്കുകയാണ്. ഇറാന് നേരെ ഒരു ആക്രമണവും ഭീഷണിയും മറുപടിയില്ലാതെ വിടില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, പശ്ചിമേഷ്യയിൽ തുടരുന്ന വിദേശ സൈന്യം, അദ്ദേഹം അമേരിക്കൻ സൈന്യം എന്ന് പറഞ്ഞിട്ടില്ല, അപ്രതീക്ഷിത അപകടങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രോസ് ഫയറിൽ പെടാൻ സാധ്യതയുണ്ടെന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒഴിവാക്കണമെങ്കിൽ എത്രയും വേഗം വിദേശ ശക്തികൾ ഈ പശ്ചിമേഷ്യ വിട്ടുപോകണമെന്നാണ് അറാഗ്ചി ആവശ്യപ്പെടുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിന് സമീപം ഈ തകർന്നു വീണ US സൈന്യത്തിന്റെ അപ്പാച്ച ഹെലികോപ്റ്ററിലെ 2 പൈലറ്റുമാരും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടതായിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അവരുടെ ഈ വളരെ മാരകമായിട്ടുള്ള വൺ വേ അറ്റാക്ക് ഡ്രോൺ, അതായത് ഷഹദ് ഡ്രോൺ, അത് ഇടിച്ചാണ് ഈ ഹെലികോപ്റ്റർ തകർന്നെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയുടെ നാവികസേനയുടെ അത്യാധുനിക സർഫസ് ഡ്രോൺ അല്ലെങ്കിൽ മനുഷ്യരഹിത ബോട്ട് ഉപയോഗിച്ചാണ് ഈ അപകടത്തിൽപ്പെട്ട പൈലറ്റുമാരെ ഈ കടലിൽ നിന്ന് അമേരിക്കൻ സൈന്യം രക്ഷപ്പെടുത്തിയത്. ഹാഷ്മി, പ്രവിത. ശരി, അതാണ് ഓരോ തവണയും ഈ യുദ്ധം ഇപ്പോൾ അവസാനിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയും. പക്ഷെ അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ലോകത്തിന്റെ ഈ സമാധാന ഗതിയെ തന്നെ മൊത്തം ബാധിക്കുന്ന രീതിയിലാണ് ഈ പശ്ചിമേഷ്യൻ സംഘർഷം എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇറാനിൽ എന്തായാലും ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. മറുപടിയായിട്ടുള്ള ആക്രമണമാണ്, ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് മറുപടിയാണ് ഈ ആക്രമണം എന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.